ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കൊന്ന് പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് നമ്മളിതാ പാവയ്ക്ക പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് വളമൊന്നും ഇടാതെ ഉണ്ടായ പാവയ്ക്കയാണ്. അപ്പോൾ രണ്ടെണ്ണമാണ് വിളവിന് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ആ രണ്ടെണ്ണം നമ്മളിതാ പൊട്ടിക്കുകയാണ്. ഇതാണ് ഒന്ന്. ഇതാ നിൽക്കുന്നു വേറൊന്ന്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ ഗൗരിക്കുട്ടിയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം സവാളയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ശിവക്കുട്ടി വന്ന് പിടിക്കുന്നതിൽ. ഇനി നമുക്ക് പാവയ്ക്ക് രണ്ടായിട്ട് കീറിയതിന് ശേഷം ആ നടുവിലുള്ള വിത്തിനെ എടുത്ത് മാറ്റുക. ശേഷം കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഏകദേശം അരിഞ്ഞ് തീരാറായിട്ടുണ്ട്. ഇനി നമുക്കറിയാനുള്ളത് സവാളയും കൂടിയാണ്. നമ്മൾ മെഴുക്കുവരട്ടിയിലെല്ലാം തന്നെ സവാള ചേർക്കാറുണ്ട്. അപ്പോൾ സവാളയും കൂടെ നമുക്ക് കുഞ്ഞായി കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അപ്പോൾ സവാള അരിഞ്ഞ് തീർന്നു. അപ്പോൾ തീർന്നതിന് ശേഷം നമുക്കതൊരു കട്ട് ചെയ്തതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്കയും സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കണം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പാവയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ സിമ്മിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം മൂക്കാറായിട്ടുണ്ട്. അപ്പം നമ്മുടെ പാവയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.